ജ്ഞാനം അതത്രേ കരുത്ത് എന്നർത്ഥമാക്കുന്ന വിസ്ഡം ഈസ് പവർ എന്നൊരു ആപ്തവാക്യം തങ്ങളുടെ പേരിനോടൊപ്പം പേറുന്ന ഒരു വിദ്യാലയം ഉണ്ട് ഇവിടെ, കിഴക്കമ്പലത്ത്. സെന്റ് ആന്റണീസ് പബ്ലിക് സ്കൂൾ. അറിവിന്റെ നിറവുകൾ ബൗദ്ധിക ഉന്നമനത്തിന്റെ വൈജ്ഞാനിക പാഠങ്ങളായി പരിവർത്തനം ചെയ്ത് പ്രാവർത്തികമാക്കുകയാണ് ഈ അക്ഷരഭൂമികയിൽ. ജൈറ അഥവാ ഗ്ലോബൽ യങ് റിസർച്ച് അക്കാഡമിയുടെ സഹകരണത്തോടെ ശാസ്ത്രീയമായി ഗവേഷണത്തിന്റെ രീതിശാസ്ത്രം അടിസ്ഥാനമാക്കി കൗമാര പ്രതിഭകളെ രൂപപ്പെടുത്താൻ അവലംബിക്കുന്ന പ്രായോഗിക പ്രവർത്തനമാണ് കിഴക്കമ്പലം സെന്റ് ആന്റണീസ് പബ്ലിക് സ്കൂളിനെ വേറിട്ടതാക്കുന്നത്. അത്യപൂർവമായ നേട്ടങ്ങളുടെയും അസാധാരണമായ മികവിൻ്റെയും ലോകോത്തര നിലവാരത്തിലുള്ള അംഗീകാരങ്ങളുടെയും അവാർഡുകളുടെയും ഒക്കെ കാര്യത്തിൽ അത്രമേൽ അനുഗ്രഹീതം എന്ന് മാത്രമേ ഈ വിദ്യാലയത്തെ ഒറ്റവാചകത്തിൽ വിശേഷിപ്പിക്കാനാവൂ. എറണാകുളം ജില്ലയിലെ കൊച്ചി മെട്രോ നഗരത്തിൻ്റെ ഒരു സാറ്റലൈറ്റ് ടൗൺഷിപ്പ് എന്നു വേണമെങ്കിൽ പറയാമെങ്കിലും പ്രകൃതി കനിഞ്ഞു നൽകിയ അഭൗമികമായ ജൈവവൈവിധ്യവും സൗന്ദര്യവും നിറഞ്ഞ പ്രൗഢമനോഹാരിതയുടെ കുലീനമായ പ്രശാന്തതയിൽ 2002 മുതൽ തലയെടുപ്പോടെ നിൽക്കുന്ന അക്ഷരകേന്ദ്രം അതാകുന്നു കിഴക്കമ്പലം സെന്റ് ആന്റണീസ് പബ്ലിക് സ്കൂൾ. ഒരു നാടിൻ്റെ വൈജ്ഞാനികവും സാംസ്കാരികവും അവബോധപരവുമായ ചരിത്ര ചുമരുകളിൽ സ്വയം അടയാളപ്പെടുത്തിയ സുവർണ രേഖകളാണ് കിഴക്കമ്പലത്തെ സെന്റ് ആന്റണീസ് പബ്ലിക് സ്കൂളിൻ്റേത്. തികച്ചും വ്യത്യസ്തമായ ജൈറ ഇൻ്റർനാഷണൽ കൊളാബറേറ്റീവ് ലേണിംഗ് പദ്ധതിയിൽ നടത്തുന്ന പ്രോജക്റ്റ് ഓറിയൻറ്റഡ് അധ്യയന സമ്പ്രദായം സെന്റ് ആന്റണീസ് പബ്ലിക് സ്കൂളിനെ വൈശിഷ്ട്യമാർന്ന ഔന്നത്യത്തിൻ്റെ ഗിരിമുകളിൽ പ്രതിഷ്ഠിച്ചിരിക്കുകയത്രേ. 1500-ൽ പരം വിദ്യാർത്ഥികൾ, 125-ലധികം സ്റ്റാഫ്, ഇംഗ്ലീഷ് ഭാഷയിൽ ആശയവിനിമയപരമായ വൈദഗ്ധ്യം ഉറപ്പിക്കാനായി സ്കൂൾ പ്രസിദ്ധീകരിച്ച ആൻറ്റോൺ ലിംഗ്വിസ്റ്റിക് എന്ന ലാംഗ്വേജ് ജേർണൽ, ആഗോള പൗരത്വം ലക്ഷ്യമാക്കി 9ാം ഗ്രേഡിന് മുകളിലേക്കുള്ള വിദ്യാർത്ഥികൾക്കായി USA-യിൽ പെൻസിൽവാനിയയിലെ ട്രിനിറ്റി സ്കൂളുമായി ചേർന്ന് നടത്തുന്ന നോളജ് ഷെയറിംഗ് പ്രോഗ്രാം തുടങ്ങിയവ ഓരോന്നും സ്കൂളിൻ്റെ ഹൈലൈറ്റുകൾ അത്രേ. ഈ പറഞ്ഞ ഔപചാരിക വിശേഷങ്ങൾ പങ്കുവച്ചുകൊണ്ട് സ്കൂളിൻ്റെ മികവാർന്ന നേട്ടങ്ങളുടെ അമരക്കാരനായ മാനേജർ, കിഴക്കമ്പലം സെന്റ് ആന്റണീസ് ഫൊറോന പള്ളി വികാരി കൂടിയായ ഫാദർ ഫ്രാൻസിസ് അരീക്കൽ മനസ്സു തുറക്കുന്നു. സെന്റ് ആന്റണീസ് ഫൊറോന പള്ളിയുടെ കീഴിലുള്ള പ്രശസ്തമായ
വിദ്യാലയമാണ് സെൻറ് ആൻ്റണീസ് പബ്ലിക് സ്കൂൾ. 2002 സ്ഥാപിതമായ ഈ വിദ്യാലയം 23 വർഷങ്ങൾ പിന്നിടുമ്പോൾ അത് അതിൻ്റെ എല്ലാ തലങ്ങളിലും മികവ് പുലർത്തി നിൽക്കുകയാണ്. വിദ്യാഭ്യാസ മേഖലയിൽ പ്രശസ്തമായ സ്ഥാപനം ഇന്ന് 1500ഓളം വിദ്യാർത്ഥികളും 325ഓളം അധ്യാപകരും സേവനം ചെയ്യുമ്പോൾ ഈ നാടിന് അഭിമാനമാണ്. ദേശീയ അവാർഡുകൾ ഒരുപാട് വാരിക്കൂട്ടിയ സ്കൂളാണ്. 31ഓളം അവാർഡുകൾ ഈ കഴിഞ്ഞ 2-3 വർഷത്തിനുള്ളിൽ ഈ വിദ്യാലയത്തെ തേടിയെത്തി. ഇൻ്റർനാഷണൽ ഗ്രീൻ സ്കൂൾ അവാർഡ് UN-ൻ്റെ പുരസ്കാരം നേടിയെടുത്ത ഈ വിദ്യാലയം ഇന്ന് എല്ലാ തലങ്ങളിലും മികവ് പുലർത്തുന്നു എന്ന് പറയുമ്പോൾ അക്കാഡമിക് തലത്തിൽ പ്രിൻസിപ്പാളിൻ്റെ നേതൃത്വത്തിൽ വളരെ സമർപ്പണ മനോഭാവമുള്ള അധ്യാപകരും അഡ്മിനിസ്ട്രേറ്റീവ് കോർഡിനേറ്റർ നേതൃത്വത്തിലുള്ള അനധ്യാപകരും ഓരോരോ വിഭാഗങ്ങളിലെ പ്രവർത്തനങ്ങൾ വളരെ മനോഹരമാക്കി തീർക്കുമ്പോൾ ഈ വിദ്യാലയത്തിൽ കായിക കലാ മേഖലയിലെ എല്ലാ പ്രവർത്തനങ്ങളും വളരെ നന്നായിട്ട് ഒരുക്കപ്പെട്ടിട്ടുണ്ട്. മനോഹരമായിട്ടുള്ള ഫുട്ബോൾ ഗ്രൗണ്ട്, ബാസ്കറ്റ്ബോൾ ഗ്രൗണ്ട്, വോളിബോൾ ഗ്രൗണ്ട്, ക്രിക്കറ്റ് നെറ്റ് പ്രാക്ടീസ്, അതിമനോഹരമായ സ്വിമ്മിംഗ് പൂള്, കുട്ടികൾക്ക് ഏറ്റവും നന്നായിട്ട് ഹോക്കി പരിശീലിക്കാനും മറ്റ് കായിക വിനോദങ്ങളിൽ ഏർപ്പെടാനുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കപ്പെട്ടിട്ടുണ്ട്. ശാരീരിക ക്ഷമത ശക്തിപ്പെടുത്താനായിട്ട് ജിമ്മ് ഒരുക്കപ്പെട്ടിട്ടുണ്ട്. എല്ലാ വിദ്യാർത്ഥിനികൾക്കും എക്സ്ട്രാ കോകരിക്കുലർ ആക്ടിവിറ്റീസ് വളരെ നന്നായിട്ട് ഒരുക്കപ്പെട്ടിരിക്കുന്നു. ഈ വിദ്യാലയത്തിൻ്റെ പ്രത്യേകത ഇവിടെ കടന്നു വരുന്ന എല്ലാവർക്കും മനോഹരമായിട്ടുള്ള പ്രകൃതി രമണീയമായ ഒരു അന്തരീക്ഷം അനുഭവിക്കാനായിട്ട് സാധിക്കും. ക്ലാസ് റൂമുകളുടെ വരാന്തകൾ മുഴുവനും വെർട്ടിക്കൽ ഗാർഡനും അതുപോലെ തന്നെ മറ്റ് ചെടികൾ കൊണ്ട് മനോഹരമാക്കിയിരിക്കുന്നു. കുട്ടികൾക്ക് മാനസികമായിട്ടുള്ള വളർച്ചയ്ക്ക് ആവശ്യമായുള്ള എല്ലാ കാര്യങ്ങളും ഒരുക്കപ്പെട്ടിട്ടുണ്ട്. അവർക്കിവിടെ മനോഹരമായിട്ടുള്ള ഒരു ഓപ്പൺ ഹാള് ദേവാലയത്തിൻ്റെ നേതൃത്വത്തിൽ എല്ലാ സ്കൂളുകൾക്കുമായിട്ട് ഒരുക്കപ്പെട്ടിരിക്കുന്നു. ഈ വിദ്യാലയത്തിലെ എല്ലാ വിദ്യാർത്ഥിനികൾക്കും പഠിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കുമ്പോൾ വയലിൻ പഠിക്കാനും ഗിത്താർ പഠിക്കാനും തബല പഠിക്കാനും അതുപോലെ മ്യൂസിക്, ഡാൻസ്, യോഗ, കരാട്ടെ, അതുപോലെ തായ്ക്കൊണ്ട, ഇതൊക്കെ പഠിക്കാനും പരിശീലിക്കാനും എല്ലാ സൗകര്യങ്ങളും ഒരുക്കപ്പെട്ടിട്ടുണ്ട്. എല്ലാ വിദ്യാർത്ഥിനികളെയും എല്ലാ തരത്തിലും മികവിലേക്ക് വളർത്തിയെടുക്കാനായിട്ട് എല്ലാ കലാകായിക മത്സരങ്ങളിലും ഇവരെ പങ്കെടുപ്പിക്കുന്നുണ്ട്. കിഴക്കമ്പലം സെൻറ് ആൻ്റണീസ് ഫൊറോന പള്ളിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന 3 വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഏറ്റവും പ്രമുഖമായതാണ് സീനിയർ സെക്കൻഡറി വിഭാഗത്തിലുള്ള സെൻറ് ആൻ്റണീസ് പബ്ലിക് സ്കൂൾ. മറ്റ് വിദ്യാലയങ്ങളായ സെൻറ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂൾ, സെൻറ് ആൻ്റണീസ് LP സ്കൂൾ എന്നിവയും അനുബന്ധമായി ഏറെ മികവിൻ്റെ കഥകൾ രചിക്കുന്ന അക്ഷരമുറ്റങ്ങൾ തന്നെ. കൊച്ചിയിൽ 5ാമത്തെയും കേരള സംസ്ഥാന തലത്തിൽ 8ാമത്തെയും സ്ഥാനത്ത് എത്തിയ എഡ്യൂക്കേഷണൽ വേൾഡ് ഇന്ത്യ സ്കൂൾ റാങ്കിങ്ങുകൾ, URF വേൾഡ് റെക്കോർഡ്, കരിയർ 360 ഇന്ത്യസ് ബെസ്റ്റ് സ്കൂൾസ് അവാർഡ്, ET ടെക് സ്കൂൾ എക്സലൻസ് അവാർഡ്, നാഷണൽ ഗ്രീൻ സ്കൂൾ റാങ്കിങ്ങുകൾ, എൽഡ്രോക്ക് ഇന്ത്യ K12 അവാർഡ്,
URF Asian Record, ET Tech Brain Feed Trailblazer Award, ഇന്ത്യ എലൈറ്റ് എഡ്യൂക്കേഷൻ ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ എക്സലൻസ് അവാർഡ് തുടങ്ങിയ 40ഓളം വരുന്ന നേട്ടങ്ങളുടെ സർട്ടിഫിക്കറ്റുകളും അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള അംഗീകാരങ്ങളും എണ്ണമറ്റ മെമൻറ്റോകളും ഒട്ടനവധി ട്രോഫികളും മെഡലുകളും എല്ലാം നിരന്നിട്ടുള്ള വാൾ ഓഫ് ഫെയിം തന്നെ സ്വയം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് സെന്റ് ആന്റണീസ് പബ്ലിക് സ്കൂളിന്റെ ക്വാളിറ്റി എഡ്യൂക്കേഷനും എക്സലൻസ് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ഇൻഫ്രാസ്ട്രക്ചറും. പുതിയ അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചതായും ഡൊണേഷൻ ഒന്നും വാങ്ങാതെ ഏറ്റവും മിതമായ ഫീസ് ഈടാക്കിയാണ് ബെസ്റ്റ് ക്വാളിറ്റി എഡ്യൂക്കേഷൻ പ്രദാനം ചെയ്യുന്നതെന്നും സ്കൂൾ മാനേജർ ഫാദർ ഫ്രാൻസിസ് അരീക്കൽ കൂട്ടിച്ചേർത്തു. ഈ വിദ്യാലയം ഇന്റർ സ്കൂൾ മത്സരങ്ങൾ നടത്തി മറ്റ് വിദ്യാർത്ഥിനികൾക്ക് കഴിവ് തെളിയിക്കാനുള്ള അവസരവും ഈ വിദ്യാലയത്തിലെ വിദ്യാർത്ഥിനികൾക്ക് അതിൽ പങ്കെടുക്കാനുള്ള സാഹചര്യം എല്ലാം ഒരുക്കപ്പെടുന്നു. ഈ വിദ്യാലയം എല്ലാ പരീക്ഷകളിലും 100 മേനി വിജയം കരസ്ഥമാക്കുമ്പോൾ അതിന് പിന്നിൽ പ്രിൻസിപ്പാളിൻ്റെയും അധ്യാപകരുടെയും നിസ്തുലമായ സേവനം എന്നും അഭിനന്ദനാർഹമാണ്. ഈ വിദ്യാലയത്തിലെ മാതാപിതാക്കന്മാരുടെ സമിതികൾ, PTA കമ്മിറ്റി അംഗങ്ങൾ, മാതാപിതാക്കന്മാർ, അവരുടെ കൂട്ടായിട്ടുള്ള പ്രവർത്തനമാണ് ഈ വിജയത്തിൻ്റെ പിന്നിലുള്ളത്. ഇന്ന് 100 മേനി ഫലം പുറപ്പെടുവിക്കുമ്പോൾ ഇനിയും ഒരുപാട് മുന്നോട്ട് പോകാൻ ഈ വിദ്യാലയത്തിന് കഴിയേണ്ടതുണ്ട്. ഈ വിദ്യാലയത്തെ മുൻപ് നയിച്ച എല്ലാ മാനേജർമാരെയും അഡ്മിനിസ്ട്രേറ്റർമാരെയും ഇതിൻ്റെ ബോർഡ് അംഗങ്ങളെയും ഈ വിദ്യാലയം ഒരുക്കപ്പെടുന്നതിന് വേണ്ട സാമ്പത്തിക കാര്യങ്ങൾ ഒരുക്കി എല്ലാവരെയും നന്ദിയോടുകൂടി ഓർക്കുമ്പോൾ പ്രത്യേകമായ ഡൊണേഷൻ ഒന്നും വാങ്ങാതെ ഈ വിദ്യാലയത്തിൽ സമീപപ്രദേശത്തെ വിദ്യാലയങ്ങളിൽ വെച്ച് ഏറ്റവും കുറഞ്ഞ ഫീസ് വാങ്ങി അവർക്ക് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും ഒരുക്കി വിദ്യാലയത്തെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഞങ്ങൾക്ക് ഒത്തിരിയേറെ അഭിമാനമുണ്ട്. ഈ നാടിൻ്റെ വിദ്യാഭ്യാസ മേഖലയിൽ സ്തുത്യർഹമായ പങ്ക് വഹിക്കാൻ ആയിരക്കണക്കിന് വിദ്യാർത്ഥിനികൾക്ക് വിജ്ഞാനത്തിൻ്റെ അറിവിൻ്റെ മേഖലകൾ തുറന്നു കൊടുക്കാൻ ഈശ്വരൻ എല്ലാവരെയും അനുഗ്രഹിക്കുന്നു. എല്ലാവരെയും അനുഗ്രഹിക്കുന്ന ദൈവത്തിന് നന്ദി പറയുന്നു. ഈ വിദ്യാലയത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും നന്നായിട്ട് മുന്നോട്ട് പോകാൻ ഇനിയും എല്ലാവരുടെയും സഹകരണം പ്രത്യേകമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. ഈ വർഷത്തെ അഡ്മിഷനുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. അഡ്മിഷനുകളിൽ വരുന്ന എല്ലാ കുട്ടികളെയും വളരെ നന്നായിട്ട് ഒരുക്കിയാണ് അധ്യാപകർ സ്വീകരിക്കുക. എല്ലാ ആധുനിക സംവിധാനങ്ങളും ഇവിടെ ഒരുക്കപ്പെട്ടിട്ടുണ്ട്. ക്ലാസ് റൂമുകളെല്ലാം സ്മാർട്ട് ക്ലാസ്സുകളാണ്. LKG UKG ക്ലാസ്സുകൾ മുഴുവൻ എയർ കണ്ടീഷൻഡാണ്. അതുപോലെ തന്നെ എല്ലാ LKG UKG ക്ലാസ്സുകളിൽ ജീനി എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് കുട്ടികൾക്ക് എല്ലാ ആധുനിക സംവിധാനങ്ങളോട് കൂടിയാണ് അവർ ഒരുക്കിക്കൊണ്ടിരിക്കുക. അവരുടെ പഠന നിലവാരം ഉയർത്തുന്നതിന് വേണ്ടിയിട്ട് ക്രിസാലിസ് എന്ന് പറയുന്ന ഓർഗനൈസേഷൻ അവരെ എല്ലാ തരത്തിലും ഒരുക്കിയെടുക്കുന്നുണ്ട്. അധ്യാപകരെ അപ്ഡേറ്റ് ചെയ്യപ്പെടാനും അവർക്ക് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും മാനേജ്മെൻറ്റും അക്കാഡമിക് കാര്യങ്ങളെല്ലാം നോക്കുന്ന പ്രിൻസിപ്പാളും ടീമംഗങ്ങളും നന്നായിട്ട് ഒരുക്കുന്നതിന് പരിശ്രമിക്കുന്നുണ്ട്. ഇന്ന് ഈ വിദ്യാലയത്തിൻ്റെ അക്കാഡമിക് തലത്തിൽ എല്ലാ കാര്യങ്ങളും നേതൃത്വം കൊടുക്കുക ഞങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട പ്രിൻസിപ്പാള് അഞ്ചു പ്രിയയാണ്. അവർ നേതൃത്വത്തിൽ 4 വൈസ് പ്രിൻസിപ്പൽമാർ പ്രവർത്തിക്കുന്നു. അവരുടെ നേതൃത്വത്തിൽ ഈ വിദ്യാലയം മുന്നോട്ട് പോകുന്നു. ഞങ്ങളുടെ അഡ്മിനിസ്ട്രേറ്റീവ് കോർഡിനേറ്ററായിട്ട് പ്രവർത്തിക്കുക ബഹുമാനപ്പെട്ട ഏബിൾ പുതുശ്ശേരിയച്ഛനാണ്. ചെറുചുരുക്കോട് കൂടി ഓടി നടന്ന് വിദ്യാലയത്തിൻ്റെ ഓരോ സ്പന്ദനങ്ങളും ഒപ്പിയെടുത്ത് അതിനെ മുന്നോട്ട് നയിക്കുന്നതിൽ നിസ്തുലമായിട്ട് പങ്കുവഹിക്കുന്നു. കിഴക്കമ്പലത്തിൻ്റെയും പ്രാന്തപ്രദേശങ്ങളും എല്ലാ വഴികളിലൂടെയും വിദ്യാലയത്തിൻ്റെ വാഹനങ്ങൾ ഓടുന്നുണ്ട്. സെൻറ് ആൻ്റണീസ് പബ്ലിക് സ്കൂളിലെ വാഹനങ്ങളിൽ കുട്ടികൾക്ക് വളരെ സന്തോഷകരമായിട്ട് വിദ്യാലയത്തിൽ വരാനുള്ള സൗകര്യം ഒരുക്കപ്പെട്ടിട്ടുണ്ട്. അത്യാവശ്യത്തിന് അതിൻ്റെ എല്ലാവിധ ക്രമീകരണങ്ങളും ഒരുക്കപ്പെട്ടിട്ടുണ്ട്.
ഇനി ഒത്തിരിയേറെ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കണം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം. നോക്കൂ, വ്യവസ്ഥാപിതമായ ശൈലിയിൽ കുട്ടികൾ ഈ ഹരിതാഭയേറുന്ന സ്കൂൾ അങ്കണത്തിലേക്ക് വരിനിരയൊപ്പിച്ച് കടന്നു വരുമ്പോൾ പടിവാതിലിന് അപ്പുറത്തെ ഈ കമനീയമായ ഇടനാഴി തന്നെ എന്തൊരു ഹൃദയാവർജകമായ മധുര കാഴ്ചയായി മാറുന്നുവെന്ന് അവരുടെ പ്രസന്നമായ മുഖത്തെ ചിരി തന്നെ സാക്ഷ്യപ്പെടുത്തുകയാണ്. അത്രമേൽ പ്രിയങ്കരമാകുന്നു സെന്റ് ആന്റണീസ് പബ്ലിക് സ്കൂൾ എന്നൊരു തങ്ങളുടെ പഠന ഇടം എന്ന്. വിദ്യാർത്ഥികളുടെ സുഗമമായ സഞ്ചാര സംവിധാനത്തിനായി 18ഓളം സ്കൂൾ ബസ്സുകളാണ് കിഴക്കമ്പലം സെന്റ് ആന്റണീസ് പബ്ലിക് സ്കൂളിന് സ്വന്തമായുള്ളത്. കാണാം റിസപ്ഷനോട് ചേർന്ന് 23 വർഷങ്ങൾക്ക് മുൻപ് സ്കൂൾ സ്ഥാപിതമായതിൻ്റെ ശിലാഫലകം. അതിവിശാലമായ പ്ലേ ഗ്രൗണ്ട് അതിരിടുന്ന ഇടനാഴിയുടെ ഒരു വശം നിറയെ പൂച്ചെടികളും എതിർവശത്ത് അരുമകളായി ഓമനിച്ചു വളർത്തുന്ന ഒട്ടേറെ പക്ഷിമൃഗാദികളുടെ സജീവ സാന്നിധ്യവും. തത്ത, പ്രാവ്, ലവ് ബേഡ്സ്, അലങ്കാര കോഴികൾ, സ്വാൻ, താറാവ്, മുയൽ, ഖൾഗം, ടർക്കി, യമു എന്നിങ്ങനെ നീളുന്ന നിരവധിയായ പക്ഷിമൃഗാദികളുടെ കൂടുകളും നിറപ്പകിട്ടാറുന്ന മത്സ്യങ്ങൾ നിറഞ്ഞ അക്വേറിയവും എല്ലാം ചേർന്ന് മനോഹരമായ ഒരു ചെറിയ മൃഗശാലയുടെ കാഴ്ചയെ ഓർമ്മിപ്പിക്കുന്നു. ആരോഗ്യ പരിപാലനവും ശാരീരിക മികവും ലക്ഷ്യമാക്കി ആവിഷ്കരിച്ചിട്ടുള്ള അതുല്യമായ അനുഭവം പകരുന്ന കുതിര സവാരി പ്രോഗ്രാമാണ് ഏറ്റവും വലിയ സവിശേഷത. തങ്ങളുടെ ഏറ്റവും ശ്രദ്ധേയമായ വിശിഷ്ട അതിഥികൾ മേരിയൻ എന്ന അമ്മക്കുതിരയെയും മിന്നി എന്ന കുതിരക്കുട്ടിയെയും കുറിച്ച് ഫാദർ ഫ്രാൻസിസ് അരീക്കൽ താൽപ്പര്യപൂർവ്വം വാചാലനാകുന്നു. ഈ വിദ്യാലയത്തിൻ്റെ ഒരു പ്രത്യേകത, ഞങ്ങൾക്കൊരു വിശിഷ്ട അതിഥിയുണ്ട്. മേരിയൻ എന്നാണ് ഞങ്ങളുടെ അതിഥിയുടെ പേര്. അവൾ പെൺകുതിര. മിന്നി എന്നൊരു കുഞ്ഞിന് ജന്മം കൊടുത്തപ്പോൾ ഞങ്ങളുടെ ഈ വിദ്യാലയം വളരെയധികം സന്തോഷിക്കുകയും ആഹ്ലാദിക്കുകയും ചെയ്ത നിമിഷങ്ങളാണ്. അത് ലോകം മുഴുവനും മീഡിയയിലൂടെ കണ്ടതാണ്. ആ മേരിയാനും മിന്നിയും വളരെ ആരോഗ്യവതികളായിരിക്കുന്നു. അവരുടെ സാന്നിധ്യ വിദ്യാലയത്തിന് വലിയൊരു സന്തോഷ സൂചകമാണ്. റൈഡിങ് പഠിക്കാനായിട്ട് കൊണ്ടുവന്ന ആ കുതിരയെ ഞങ്ങൾക്ക് ലഭിച്ചപ്പോൾ ഗർഭിണിയാണെന്ന് വ്യക്തമായിട്ട് അറിയത്തില്ലായിരുന്നു. പിന്നീടാണ് മനസ്സിലായത് അവൾ ഗർഭിണിയാണെന്ന്. അവൾ മിന്നിക്ക് ജന്മം കൊടുത്തു. അവളെ എല്ലാവരും സ്നേഹിക്കുന്നു. മേരിയാനുമായിട്ട് കുതിരസവാരി പഠിക്കാനായിട്ട് കുട്ടികൾ ഒത്തിരിയേറെ സന്തോഷമുണ്ട്. അതോടൊപ്പം ഞങ്ങൾക്ക് യമുണ്ട്, കൾക്കൻ, അതുപോലെ തന്നെ വാത്ത, പാത്ത, ഗിനിക്കോഴികൾ, അതുപോലെ തന്നെ അലങ്കാരക്കോഴികൾ, പ്രാവുകൾ, മുയൽക്കുഞ്ഞുങ്ങൾ, ലവ് ബേഡ്സ്, മനോഹരമായുള്ള അക്വേറിയങ്ങൾ. അങ്ങനെ ആനിമൽ ഹസ്ബൻഡറി വളരെ നന്നായിട്ട് വിദ്യാലയത്തിൽ ഒരുക്കപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഞങ്ങൾ സൗരോർജം, ഈ വിദ്യാലയം 100% സൗരോർജത്തിലാണ് പ്രവർത്തിപ്പിക്കുന്നത്. അതും അഭിമാനകരമായുള്ളൊരു കാര്യമാണ്. വളരെ നന്നായിട്ട് വിദ്യാലയത്തിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ ഒരുക്കപ്പെട്ടിട്ടുണ്ടെന്നുള്ളതിൻ്റെ സൂചനകളാണിത്. അപ്പോൾ ഈ കുതിരയും പക്ഷിമൃഗാദികളും പ്രകൃതിരമണീയമായ ഈ അന്തരീക്ഷവും എല്ലാവർക്കും അനുഗ്രഹപ്രദമാണ്. മികച്ച സുരക്ഷിതത്വത്തിനു വേണ്ടി CCTV സർവൈലൻസ് ക്യാമറ സിസ്റ്റം കൂടാതെ ഫയർ ഡക്റ്റ് എക്സ്റ്റിങ്ഷർ എല്ലാം നടപ്പാക്കിയിട്ടുള്ള ക്യാമ്പസിൻ്റെ പ്രവേശന കവാടത്തിന് തൊട്ടു ചേർന്ന് തന്നെയാണ് വിശാലമായ മരിയൻ ഹാൾ. അനുസരണവും അച്ചടക്കവും അടയാളപ്പെടുത്തിക്കൊണ്ട് നടക്കുന്ന സ്കൂൾ അസംബ്ലി, ഫിസിക്കൽ എക്സർസൈസ്, മുഴുവനായും സ്മാർട്ട് ക്ലാസ് മുറികൾ, അതിവിശാലമായ സ്കൂൾ കെട്ടിടത്തിൻ്റെ ഓരോ ഭിത്തികളിലും സജ്ജീകരിച്ചിട്ടുള്ള വെർട്ടിക്കൽ ഗാർഡൻ, സ്കൂളിൻ്റെ ബഹുനില മന്ദിരത്തിൻ്റെ ടെറസിൽ മാലിന്യമുക്തമായ ഊർജ്ജ സംരക്ഷണത്തിൻ്റെ പാഠം പകരുന്ന സോളാർ എനർജി സിസ്റ്റം, പ്രകൃതി നൈപുണ്യത്തിൻ്റെ അനുഭവങ്ങൾക്കായി ഒട്ടനവധി ഔഷധ സസ്യങ്ങളെ ശ്രദ്ധാപൂർവം പരിപാലിച്ചു വരുന്ന ഹെർബൽ ഗാർഡൻ, ബൃഹത്തായ സൗകര്യങ്ങളോട് കൂടിയ ഉന്നത നിലവാരത്തിലുള്ള ഓഡിറ്റോറിയം, ഓരോ ഗ്രേഡിലുമുള്ള വിദ്യാർത്ഥികളുടെയും വിജ്ഞാനദാഹം തീർക്കാൻ ഉതകുന്ന വിവിധ പ്രസിദ്ധീകരണങ്ങളും റഫറൻസ് ബുക്കുകളും സമ്പന്നമായ ഗ്രന്ഥശേഖരവും ഉൾപ്പെടുന്ന ലൈബ്രറി, മാനസികക്ഷേമവും വൈകാരിക സൗഖ്യവും ഉറപ്പാക്കാൻ കൗൺസിലിംഗ് സൗകര്യം, ചീര, വെണ്ട, തക്കാളി, കുറ്റിപ്പയർ, വഴുതന,
പാവൽ, പടവലം തുടങ്ങിയ പച്ചക്കറികളുടെ കൃഷിയിൽ പലതവണ മികച്ച വിളവെടുപ്പ് നടത്തിയ മട്ടുപ്പാവിലെ റൂഫ് ഗാർഡൻ എന്നിങ്ങനെയുള്ള ഓരോ ദൃശ്യങ്ങളും സവിശേഷമായ ഉന്നത നിലവാരം പുലർത്തുന്നതും ഏറെ ശ്രദ്ധേയവും അത്യാകർഷണീയവും തന്നെയാണെന്ന് കാണുക. 5 വർഷക്കാലത്തെ മഹനീയ നേതൃത്വത്തിനിടെ അപൂർവമായ ഒട്ടനവധി നേട്ടങ്ങൾ കൈവരിക്കാൻ പ്രിൻസിപ്പൽ ഫാദർ ഫ്രാൻസിസ് അരീക്കലിന് സാധിച്ചു എന്നത് എടുത്തു പറയേണ്ട സംഗതിയത്രേ. വോളിബോൾ, സ്വിമ്മിംഗ്, ഫുട്ബോൾ ഇനങ്ങളിൽ ടൂർണി ഇന്റർ സ്കൂൾ സ്പോർട്സ് മീറ്റ് സംഘടിപ്പിച്ചത് അതിലൊന്നു മാത്രം. പ്രകൃതിയെ അടുത്തറിയാൻ സയൻസ് ഓഫ് ലൈഫ് എന്ന പദ്ധതിയുടെ സംഘാടനമാണ് പ്രധാനമായ മറ്റൊന്ന്. ഔഷധ സസ്യങ്ങളെ അടുത്തറിയാനും പരിചരിക്കാനും അവസരമൊരുക്കി സമീപ പ്രദേശങ്ങളിലെ വിദ്യാലയങ്ങൾക്ക് ഔഷധ ചെടികൾ വിതരണം ചെയ്തത് സമൂഹത്തിന് ആകെ മാതൃകാപരമായ അനുഭവമായി. തുടർന്ന് 2ാം ഘട്ടത്തിൽ ഔഷധ സസ്യങ്ങളെ ഏറ്റവും മികച്ച രീതിയിൽ പരിപാലിച്ച സ്കൂളുകൾക്ക് 2000 രൂപ ക്യാഷ് പ്രൈസും സർട്ടിഫിക്കറ്റും മെമൻഡോയും കൈമാറി. ഇതോടനുബന്ധിച്ച് സ്കൂൾ ഫാമിങ്ങിനും തുടക്കം കുറിച്ചു. അടുത്ത ഘട്ട പ്രവർത്തനങ്ങൾ ആലോചനയിലാണ്. പ്രകൃതിയോട് ഇണങ്ങി ജീവിച്ച് അടുത്തറിയുന്ന വിവരങ്ങൾ ഭാവി തലമുറയ്ക്കായി കാത്തു സൂക്ഷിക്കുകയും ചെയ്യുക എന്ന ഉദ്ദേശത്തോടെ നടത്തിയ സയൻസ് ഓഫ് ലൈഫ് പദ്ധതി ഏറെ ശ്രദ്ധേയമായി. തുടർച്ചയായി 100 മേനി വിജയം കൊയ്യാൻ കിഴക്കമ്പലം സെന്റ് ആന്റണീസ് പബ്ലിക് സ്കൂളിൽ നടപ്പാക്കിയ പ്രോജക്റ്റ് ഓറിയന്റഡ് ലേണിംഗ് ഉൾപ്പെടെ അതിനൂതനമായ ആശയങ്ങളെക്കുറിച്ചാണ് പ്രിൻസിപ്പൽ അഞ്ജു പ്രിയ ബിക്ക് വിവരിക്കാനുള്ളത്. St. Anthony's Public School is blessed with an ideal and picturesque landscape quite suitable for any educational institution. This co-ed platform motivates every student of its campus to lead a nature-friendly life with suitable compassion and care for all the inmates of the planet Earth. To make this philosophy a way of life, we have implemented a good number of projects, and the first and foremost project of this kind is school farming. Under the school farming project, we are encouraging theoretical learning. As a part of the green initiatives taken up by the school, every student is provided with suitable chance to fulfill the green promise he has to uphold towards the nature. Our Eco Club has recently received a monetary aid from the Ministry of Environment, Climate Change and Forest. And as a part of this environment education project, they are utilizing the monetary aid that they have received towards mushroom farming. Yet another remarkable feature of the school. The school turns no stone unturned in motivating its student community to take up research methodology. As a part of this, in association with JIRA, Global Young Research Academy, the students starting from grade 6 onwards, as per the international relationship portfolio of the school is providing ample opportunity for its students to consider online meetings with the students of Holy Trinity School, Pennsylvania, USA, and thereby the school ensures proper knowledge sharing and cultural exchanges happening. In order to ensure suitable language enhancement as a part of the empowerment of all the campus mates, the school takes up initiatives from time to time. The school has published a language journal, Anton Linguistic. St. Anthony's Public School always places due importance for its core scholastic areas. As a part of this, the school is conducting a good number of competitions among the school community, and it is also hosting 2 different inter-school competitions. As a part of the cultural competition, it is hosting Antonio Talento. This is a cultural competition which is kept open for pre-KG to grade 12 students. Competitions for various cultural activities are conducted under this platform. As a part of promoting more competence and enhancing and honing the skill and talent of its students, it is hosting a good number of competition, both inter-school competitions as well as intra-school competitions. When it comes to the academic arena, the students of pre-KG to grade 4, they are made to learn by way of playway method as well as the activity-based teaching learning method. Mostly, we make use of
the modern technology in order to inculcate the concepts in a crystal clear manner. For grades 9 to 12, we conduct daily formative assessments to diagnose and analyze the areas where they are falling behind. Based on this, intensive training and individualized attention is given to the students. We take up a learner-centric approach all throughout. Here in St. Anthony's Public School, we believe that a student-centric approach is able to work wonders. As a part of this, we promote peer group learning. During these intensive revision camps, on a daily basis, we conduct online testing to analyze how far they have proceeded. Here, we are aligned with a wonderful staff team, both non-teaching and teaching staff, who is effectively and efficiently managing the system from all sides. Since we believe that the happiness quotient of an institution is definitely the most promoting factor which can work wonders and which can make miracles happen, we do consider earnestly a lot of staff welfare activities. To name a few of them are special staff tournaments, recreational activities, and a good number of health and wellness programs laid out for our staff members. If coming together marks a good beginning, I firmly believe that working together happily confirms the beginning of excellence. We are always in competition with ourselves to be the best and the genuine version of ourselves. കുട്ടികൾക്ക് അർത്ഥവത്തായി ഉല്ലസിക്കുന്നതിനും ഏറ്റവും മികച്ച വ്യായാമ മുറകളിലൊന്നായ നീന്തലിൽ വിദഗ്ധ പരിശീലനം നേടുന്നതിനുമായി അന്റോണിയോ സ്വിമ്മിംഗ് പൂൾ വളരെയധികം ഹൈജീനിക്കായി സജ്ജീകരിച്ചിരിക്കുന്നു. സ്കൂളിലെ വൈവിധ്യമാർന്ന സ്റ്റേജ് പരിപാടികളും ഇവന്റുകളും വർക്ക്ഷോപ്പുകളും അവയർനെസ് പ്രോഗ്രാമുകളും മറ്റു വിവിധ ഫംഗ്ഷനുകളും സംഘടിപ്പിക്കാറുള്ള അന്റോണിയോ ഓപ്പൺ ഹാളാണ് ഈ കാണുന്നത്. സർവസജ്ജമായ പ്ലേ ഗ്രൗണ്ടിൽ ഫുട്ബോൾ കോർട്ട്, ജമ്പിംഗ് പിറ്റ്, വോളിബോൾ കോർട്ട്, അത്ലറ്റിക് ട്രാക്ക്, ബാസ്കറ്റ്ബോൾ കോർട്ട്, ക്രിക്കറ്റ് നെറ്റ്സ് പ്രാക്ടീസ് ഫെസിലിറ്റി, ബാഡ്മിൻ്റൺ കോർട്ട് എന്നീ കളിസ്ഥലങ്ങൾ മുഴുവനും അത്യാധുനിക നിലവാരത്തിൽ സംവിധാനം ചെയ്തിരിക്കുന്നു. ഇതോടൊപ്പം വിദ്യാർത്ഥികളുടെ സമ്പൂർണ്ണമായ കായിക വികാസവും ആരോഗ്യ പരിപാലനവും ലക്ഷ്യമാക്കി ചെസ്സ്, കാരംസ്, ടേബിൾ ടെന്നീസ് തുടങ്ങി വിവിധ ഇൻഡോർ ഗെയിമുകളുടെ സജ്ജീകരണങ്ങളും എല്ലാത്തരം ഫിറ്റ്നസ് എക്സർസൈസ് ഉപകരണങ്ങൾ അണിനിരത്തിയ അന്റോണിയോ ജിംനേഷ്യവും ശ്രദ്ധേയമാണ്. സ്കൂൾ പിന്തുടർന്നു പോരുന്ന ആക്ടിവിറ്റി ഓറിയന്റഡ് എഡ്യൂക്കേഷൻ എന്ന തിയറിയുടെ ഏറ്റവും പ്രായോഗിക ആവിഷ്കാരങ്ങളാവുകയാണ് ഈ പുൽമൈതാനത്ത് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ട്രെയിനിങ്ങിൻ്റെ ഭാഗമായി മണിക്കൂറുകളോളം വിവിധ ഗെയിം പ്രാക്ടീസുകൾ നടത്തുന്ന നൂറുകണക്കിന് വിദ്യാർത്ഥികളുടെ ഗ്രൂപ്പുകൾ. ആ ദൃശ്യങ്ങൾ ഒന്ന് ആസ്വദിക്കാം.
ഇതോടൊപ്പം എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റികളുടെ ഭാഗമായി നൃത്ത ഇനങ്ങളിൽ ക്ലാസിക്കൽ ഡാൻസും വെസ്റ്റേൺ ഡാൻസും, സംഗീത പഠനത്തിൽ കർണാട്ടിക് മ്യൂസിക്, ഏകാഗ്രതയും മനഃശക്തിയും വർദ്ധിപ്പിക്കാൻ യോഗ, സ്വയം പ്രതിരോധം അഭ്യസിക്കാൻ ആയോധന കലകളിൽ മുഖ്യമായ കരാട്ടയും തായ്ക്കൊണ്ടോയും, ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് വിഭാഗത്തിലെ ഡ്രോയിങ് ആൻഡ് പെയിൻറ്റിംഗ്, സംഗീത വാദ്യോപകരണങ്ങളായ ഗിറ്റാർ, കീബോർഡ്, ഡ്രംസ്, വയലിൻ, ചെണ്ട, വിവിധ വിഭാഗങ്ങളിലായി സ്കൂൾ ബാൻഡ് സെറ്റ് എന്നിങ്ങനെ വൈവിധ്യമാർന്ന പരിശീലന സെഷനുകളിൽ എല്ലാം ഉൾപ്പെടെ കലാകായിക ഇനങ്ങളിൽ ചിട്ടയായ പരിശീലനത്തിൻ്റെ ശ്രദ്ധേയമായ കാഴ്ചകൾ മുഴുവൻ തികച്ചും അഭിമാനകരമാകുന്നു. പാഠങ്ങളുടെ പ്രായോഗിക പരിശീലനം സാധ്യമാക്കുന്ന സയൻസ് വിഷയങ്ങളിലെ ലാബുകളാണ് മറ്റൊരു പ്രധാന ആകർഷണം. വിവര സാങ്കേതിക വിദ്യയുടെ അനന്ത സാധ്യതകൾ പരിചയപ്പെടുത്തുന്ന കമ്പ്യൂട്ടർ ലാബുകളാവട്ടെ കിൻഡർഗാർട്ടൻ, പ്രൈമറി, ജൂനിയർ, സീനിയർ എന്നീ 4 വിഭാഗങ്ങളിലായി സജീവമാണ്. ഹോം സയൻസ് ലാബും ഗണിതശാസ്ത്ര സമസ്യകൾ ലളിതമാക്കുന്ന മാത്സ് ലാബും വിവിധ ശാസ്ത്ര പരീക്ഷണങ്ങൾക്കായുള്ള ഉപകരണങ്ങളുമായി ഫിസിക്സ്, കെമിസ്ട്രി ലാബുകളും സ്പെസിമെനുകളും ചാർട്ടുകളും നിറഞ്ഞ ബയോളജി ലാബും എല്ലാം പൂർണ്ണ സജ്ജമത്രേ. KG സെക്ഷനിൽ ക്രിസാലിസിൻ്റെ ആർട്ടിഫിഷ്യൽ റിയാലിറ്റി അടിസ്ഥാനമാക്കിയ എഡ്യൂക്കേഷണൽ ടൂളായ ജീനി പ്രോജക്റ്റ് പിന്തുടരുന്ന VR ഇൻ്ററാക്റ്റീവ് ലേണിംഗ് ലാബ്, അബാക്കസ് ട്രെയിനിങ്, ലേണിംഗ് സ്പേസ്, എയർ കണ്ടീഷൻഡ് ക്ലാസ് മുറികൾ, കിഡ്സ് പ്ലേയിങ് ഏരിയ, കുരുന്നുകൾക്ക് കളിച്ചുല്ലസിക്കാൻ പൂച്ചെടികളും മരങ്ങളും, വൈവിധ്യമാർന്ന റൈഡുകളും കളി ഉപകരണങ്ങളും, ആകർഷകമായ മൃഗരൂപങ്ങളുടെ നിർമ്മിതികളും മറ്റും നിറഞ്ഞ അതിമനോഹരമായ ചിൽഡ്രൻസ് പാർക്ക്, ഒട്ടേറെ ആക്ടിവിറ്റികൾ കൊണ്ട് നിറഞ്ഞ കിൻഡർഗാർട്ടൻ പൊന്നോമനകളുടെ അസംബ്ലി, ഇവയൊക്കെയാണ് ബ്ലെസ്ഡ് കാർലോ അക്യൂറ്റിസ് ബ്ലോക്കിലെ മനം കവരുന്ന ദൃശ്യങ്ങൾ. പ്രോജക്റ്റ് ഓറിയന്റഡ് അധ്യയനത്തിൻ്റെ അനന്ത സാധ്യതകളെ എത്ര ഫലപ്രദമായിട്ടാണ് കിഴക്കമ്പലം സെന്റ് ആന്റണീസ് പബ്ലിക് സ്കൂൾ നടപ്പിൽ വരുത്തുന്നത് എന്ന് ഉറപ്പാക്കാൻ ഈ ആകർഷണീയ ദൃശ്യങ്ങൾ വീക്ഷിക്കുക. ജൂൺ 23 ചെറിയൊരു കിൻഡർഗാർട്ടൻ സ്കൂളായി ആരംഭിച്ച് 1/4 നൂറ്റാണ്ടിനുള്ളിൽ മൂല്യബോധത്തോടെയുള്ള ക്രിയാത്മക വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിലൂടെ ആയിരങ്ങൾക്ക് അറിവിൻ്റെയും വിജ്ഞാനത്തിൻ്റെയും വെളിച്ചം പകർന്ന് സമൂഹത്തിന് മികച്ച സംഭാവനകളേകി ആഗോള നിലവാരത്തിലുള്ള ഫുൾ ഫ്ലെഡ്ജ് സീനിയർ സെക്കൻഡറി സ്കൂൾ എന്ന ഉന്നതിയിലേക്ക് ജൈത്രയാത്ര നടത്തി ഇന്ന്
സിൽവർ ജൂബിലി എന്ന നാഴികക്കല്ലിന് തൊട്ടടുത്ത് കൂടുതൽ ഉയരങ്ങളിലേക്ക് വിജയക്കുതിപ്പ് തുടരുന്ന മികവിന്റെ വിദ്യാലയമായ കിഴക്കമ്പലം സെന്റ് ആന്റണീസ് പബ്ലിക് സ്കൂളിന് തീർച്ചയായും അഭിമാനിക്കാം. ആവോളം അസാധ്യമായ ആ എക്സലൻസിന്റെ പേരിൽ.